ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ മോഡൽ എക്സാം 2025 15th ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ സ്ട്രേറ്റ് ലൈൻ x - 3y + 4 = 0. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. അപ്പം ആദ്യം നോക്കാം. ഗിവൺ ലൈൻ ഏതാണ്? x - 3y + 4 = 0. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ y ഉള്ള ടേം ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും? -3y = x റൈറ്റ് സൈഡ് പോകുമ്പോൾ -x, 4 റൈറ്റ് സൈഡ് പോകുമ്പോൾ -4. ഓക്കെ, ദെൻ y എന്നുള്ള ടേംസ് മാത്രമാവണം. അപ്പോൾ എന്ത് ചെയ്യണം? -3 കൊണ്ട് ഹോൾ ത്രൂ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? y = -x - 4 ഡിവൈഡഡ് ബൈ -3 അല്ലേ? അപ്പോൾ അതെന്താ വരിക? -x/-3 മൈനസ് -4 ഡിവൈഡ് ബൈ -3. ദാറ്റ് മീൻസ് ഈ നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് വരും? 1/3 x പ്ലസ് ഈ നെഗറ്റീവ് ക്യാൻസൽ ചെയ്തിട്ട് 4/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഓഫ് ദ ഫോം ഏതാണ്? y = mx + c. അപ്പോൾ എങ്ങനെ വരും? y = 1/3x പ്ലസ് 4/3. ദാറ്റ് മീൻസ് y = mx + c. അപ്പം സ്ലോപ്പ് ഓഫ് ദ ഗിവൺ ലൈൻ കിട്ടി. ഏതാണ്? 1/3. എമ്മിൻ്റെ പകരം ഇവിടെ എന്താണ്? 1/3. പിന്നെ ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. തന്നിരിക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കാണണം. ഇപ്പോൾ ഒരു ലൈൻ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ലൈനിൻ്റെ സ്ലോപ്പ് -1 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് റിക്വയർഡ് ലൈൻ എന്താണ്? -1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് ഗിവൺ ലൈൻ. അപ്പോൾ എന്താണ് ഗിവൺ ലൈനിൻ്റെ സ്ലോപ്പ്? എന്താണ്? 1/3 ആണ്. അപ്പോൾ -1 ഡിവൈഡഡ് ബൈ 1/3 എന്ന് വരും. ഇത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മേലേക്ക് പോയിട്ട് എന്ത് വരും? -1 × 3/1 എന്ന് വരും. ദാറ്റ് മീൻസ് -3 എന്ന് ആൻസർ വരും. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ എബോവ് ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ 1, 2. അപ്പം എനി ലൈൻ പാസിംഗ് ത്രൂ x1, y1 ആൻഡ് സ്ലോപ്പ് m എന്ന് പറഞ്ഞാൽ ഏതാണ് ഫോമിൽ വരിക? y - y1 = m × x - x1. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം? എ ലൈൻ പാസ് ത്രൂ 1, 2 വിത്ത് സ്ലോപ്പ് -3 ഈസ് എന്ത് വരും? y - y1 x1 മീൻസ് 1, x2 മീൻസ് 2. അപ്പോൾ y - 2 = എമ്മിൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പം -3 × x - x1ൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? y - 2 = -3 × x -3x -3 × -1 +3. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ y - 2 -3x ലെഫ്റ്റ് സൈഡിലത്തെ +3x +3 ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ -3 = 0. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 3x + y -2 -3 മീൻസ് -5 = 0 എന്ന് വരും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന്, അതായത് ഗിവൺ ഇക്വേഷനും ഈ ഇക്വേഷനും എങ്ങനെ സോൾവ് ചെയ്താൽ എന്താണ് മീറ്റിംഗ് പോയിന്റ് കിട്ടുകയെന്ന്. അതായത് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ ഇക്വേഷൻ എന്താക്കി? ഇത് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പം x - 3y = -4 എന്ന് കൊടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. 3x + y = 5. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇത് പല രീതിയിൽ സോൾവ് ചെയ്തിട്ട് ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ഇക്വേഷൻ നമ്പർ 2ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2ന് 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ വരിക? 3 × 3x + y രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം = 3 × 5. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? 9x + 3y = 15 എന്ന് വരും. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതുക. x - 3y = -4. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് രണ്ടും ആഡ് ചെയ്യുക കേട്ടോ. ആഡിങ് 1 + 3 ആണിത്. ഇക്വേഷൻ നമ്പർ 1ഉം 3 ആഡ് ചെയ്യുമ്പോൾ 9x + x 10x -3x + 3y 0 ആയിട്ട് പോവും. 15 - 4 ആഡ് ചെയ്യല്ലേ, അപ്പോൾ 11 എന്ന് വന്നു. അപ്പോൾ 10x = 11. therefore x = 11 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ൽ ചെയ്താലും കുഴപ്പമില്ല, ഇക്വേഷൻ നമ്പർ 2ൽ ചെയ്താലും. ഇക്വേഷൻ നമ്പർ 2ൽ എന്താ? y = ഇതുണ്ട്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. എന്താ ഇക്വേഷൻ നമ്പർ 2? 3x + y = 5. അപ്പോൾ അതിൽ നിന്ന് yനെ മാത്രം അവിടെ നിർത്തുക. അപ്പോൾ y =
5 മൈനസ് 3x എന്ന് വരും. അപ്പോൾ ഇസ് ഈക്വൽ ടു 5 മൈനസ് 3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്രയാണ് 11 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ട് എത്ര വരും 50 മൈനസ് 11 3 ഇൻറ്റു 11 33 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ആൻസർ എന്ത് വരും 50 മൈനസ് 33 17 ഡിവൈഡഡ് ബൈ 10 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇത് കിട്ടി. ഇത് വേറെ രീതിയിലും ചെയ്യാം. വേറൊരു മെത്തേഡ് ഉണ്ട്, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് എക്സ് മൈനസ് 3y പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. ഇതിൽ എക്സിൻ്റെ വാല്യൂ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 3y റൈറ്റ് സൈഡ് പോയാൽ മൈനസ് 3y റൈറ്റ് സൈഡ് പോയാൽ പ്ലസ് 3y മൈനസ് 4. ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ഏതാ ഇക്വേഷൻ നമ്പർ 2? സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 2, അതായത് 3x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5. 3x പ്ലസ് y is equal to 5. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് എന്താ വരും എക്സിന് 3y മൈനസ് 4 കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു 3y മൈനസ് 4 പ്ലസ് y is equal to 5 എന്ന് വരും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9y മൈനസ് 12 പ്ലസ് y is equal to 5. അപ്പോൾ 9y പ്ലസ് y 10y is equal to 12 മൈനസ് 12 റൈറ്റ് സൈഡ് പോയാൽ 5 പ്ലസ് 12, അതായത് 10y is equal to എത്ര വരും 17 എന്ന് വരും. therefore y is equal to 17 ഡിവൈഡഡ് ബൈ 10. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വാല്യൂ ഏതിൽ കൊടുക്കുക, x is equal to put y is equal to 17 ഡിവൈഡഡ് ബൈ 10 in x is equal to 3y മൈനസ് 4 കൊടുക്കുക. അപ്പോൾ എന്ത് വരും x is equal to 3 ഇൻറ്റു 17 ഡിവൈഡഡ് ബൈ 10 മൈനസ് 4. അപ്പോൾ ഇവിടെ എത്ര ആൻസർ വരുന്നത് 51 ഡിവൈഡഡ് ബൈ 10 മൈനസ് 4. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 51, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു 4 മൈനസ് 40 വരും ഡിവൈഡഡ് ബൈ 10. ദാറ്റ് മീൻസ് 11 ഡിവൈഡഡ് ബൈ 10 എന്ന് ആൻസർ വരും.